മലയോര ഹൈവേ പട്ടിക്കാട് വിലങ്ങന്നൂർ റീച്ച് നാടിന് സമർപ്പിച്ചു. 793 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേയുടെ 250 കിലോമീറ്റർ റോഡ് 2025 ഡിസംബർ മാസത്തോടെ പൂർത്തിയാകുമെന്ന് പട്ടിക്കാട് വിലങ്ങൂർ റീച്ച് നാടിന് സമർപ്പിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച മലയോര ഹൈവേയുടെ ജില്ലയിലെ ആദ്യ റീച്ചാണ് പ്രൗഢഗംഭീരമായി നാടിന് സമർപ്പിച്ചത്. പശ്ചാത്തല സൗകര്യങ്ങളുടെ മുൻഗണനാ പട്ടികയിൽ ഉള്ളതാണ് മലയോര ഹൈവേ. ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന പിന്തുണയാണ് ജനങ്ങൾ പദ്ധതിക്ക് നൽകിയതെന്നും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. 793 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേയുടെ 250 കിലോമീറ്റർ റോഡ് 2025 ഡിസംബർ മാസത്തോടെ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി ഫണ്ടാണ് അത് പിന്നീട് കടപരിധിയിൽ ഉൾപ്പെടുത്തി. ഇപ്പൊ നമുക്ക് പറയാം, കടപരിധിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത്രയും തുക വേറെ കാര്യത്തിന് കടമെടുക്കുന്നത് ഇല്ലാതായി. ഒരു 12,000 കോടിയായി നമുക്കതിന്റെ ചെലവിനെ കാണാം. ഈ ഗവൺമെന്റ് വന്ന് തുടർച്ചയായി ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി അതിലിടപെട്ടു. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പ്രിയപ്പെട്ടവരെ 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കും. ജനസാന്ദ്രത കണക്കിലെടുത്ത് മലയോര ഹൈവേ, തീരദേശ ഹൈവേ, 6 വരി ദേശീയപാത എന്നിവയാണ് സർക്കാർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. ഇതിനായി 5580 കോടി രൂപ കിഫ്ബി വഴി കണ്ടെത്തി. 6 വരിപ്പാത 2025ഓടെ പൂർത്തീകരിക്കും. നാടിന്റെ ചിത്രം തന്നെ മാറ്റുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാഷ്ട്രീയ കക്ഷിഭേദത്തിന് അതീതമായ പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു റോഡ് പുതുതായി വന്നാൽ നാടിനുള്ള ഗുണം ചെറുതാണോ? ഇവിടെ നോക്കൂ, ഈ റോഡ് വന്നു, ചിത്രം തന്നെ മാറിയില്ലേ? ഇന്നലെ വരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോ. പട്ടിക്കാട് മുതൽ വിലങ്ങന്നൂർ ജംഗ്ഷൻ വരെ 5.41 കിലോമീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണം 19.3 കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെയാണ് സർക്കാർ പൂർത്തിയാക്കിയത്. സംസ്ഥാന ഹൈവേ 59 നമ്പറിൽ തൃശൂർ ജില്ലയിൽ മലയോര ഹൈവേയുടെ ആദ്യ റീച്ചാണ് പട്ടിക്കാട് മുതൽ വിലങ്ങന്നൂർ വരെ പൂർത്തിയാക്കിയത്. ഡ്രൈനേജ്, യൂട്ടിലിറ്റി, ബസ് സ്റ്റേഷൻ, കയർ ഭൂവസ്ത്രം, കയർ വേലികൾ എന്നിവയും റോഡിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KRFB നോർത്ത് സർക്കിൾ ടീം ലീഡർ ദീപു എസ് സാങ്കേതിക വിവരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുതിയ റോഡിലൂടെ തുറന്ന ജീപ്പിൽ മന്ത്രിമാരുടെ റോഡ് ഷോയും നടന്നു. കൈരളി ന്യൂസ്, തൃശൂർ.